ഇപ്പോൾ തൈക്കാട് വാർഡിലെ LDF സ്ഥാനാർത്ഥി ജി വേണുഗോപാലിനായി എ സമ്പത്തും മുൻ കൗൺസിലർമാരും അടക്കം പ്രചാരണത്തിന് ഇറങ്ങുകയാണ്. നിർബൻ ചക്രവർത്തി ചേരുന്നുണ്ട്. നിർബൻ, ഏത് രീതിയിലാണ് അവസാനഘട്ട പ്രചാരണം പുരോഗമിക്കുന്നത്? അക്ഷിത, അവസാനഘട്ട പ്രചാരണത്തിൻ്റെ തിരക്ക് തന്നെയാണ്. അവസാന വോട്ട് ഉറപ്പിക്കാനാണ് ഈ തൈക്കാട് വാർഡിലെ സ്ഥാനാർത്ഥി ജി വേണുഗോപാലിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് മുൻ MP സമ്പത്തുണ്ട്, ഒപ്പം തന്നെ മുൻ മേയർ ജയൻ ബാബു ഉണ്ട്, മുൻ കൗൺസിലർമാരെല്ലാം ഒപ്പമുണ്ട്. ലക്ഷ്മിയുണ്ട്, വിദ്യയുണ്ട്, എല്ലാ കൗൺസിലർമാരും ഉണ്ട്, മാധവദാസ് ഉണ്ട്. അപ്പോൾ ഈ വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി അവസാനഘട്ട ഒരുക്കത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. സമ്പത്ത് തന്നെ നേരിട്ടിറങ്ങുന്നു. മുൻ ഇവിടുത്തെ മേയറാണ്. വളരെ ചെറുപ്പത്തിലാണ് ജയൻ ബാബു തലസ്ഥാനത്തിന് മേയറായി ചുമതലയേൽക്കുന്നത്. ഈ വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചാണ് അദ്ദേഹം തലസ്ഥാനത്തിന് മേയറാകുന്നത്. സമ്പത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആളല്ല. കാരണം അദ്ദേഹം പാർലമെൻറ്റിൽ തുടർച്ചയായി ആറ്റിങ്ങൽ പ്രതികരിച്ച് MP ആയ ആളാണ്. അദ്ദേഹത്തിൻ്റെ വാർഡ് കൂടിയാണ്, അദ്ദേഹം താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. ഈ പ്രദേശത്ത് ഇവിടെ കൗൺസിലറായിരുന്നു അദ്ദേഹത്തിനും ഇവിടെ കൗൺസിലറായിട്ടുള്ള ബന്ധമുണ്ട്. ഒപ്പം തന്നെ മേയർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മേയർ ജയൻ ബാബു ഉണ്ട്. അങ്ങനെ ഈ പ്രദേശത്തെ ജനങ്ങളുമായി അത്രയേറെ ആത്മബന്ധമുള്ള മനുഷ്യരാണ്. രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള മനുഷ്യരാണ് അവർ തന്നെ. സമ്പത്തും ജയൻ ബാബുവും മുൻ കൗൺസിലർമാരൊക്കെ തന്നെ ഒന്നിച്ച് ജനങ്ങളെ അവസാനം കണ്ട്, വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ നിമിഷം കാണുന്നത്. എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ LDFും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രവർത്തകരും കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഇന്നാണ് കൊട്ടിക്കലാശം. കൊട്ടിക്കലാശത്തിൻ്റെ ആവേശത്തിന് മുൻപ് തന്നെ വോട്ട് ഉറപ്പിക്കാനുള്ള ആ ഒരു പ്രയത്നത്തിലാണ് LDFിൻ്റെ പ്രവർത്തകരും സ്ഥാനാർത്ഥിയൊക്കെ തന്നെ. ഈ പ്രദേശത്ത് തൈക്കാട് എന്ന് പറയുന്നാൽ ഇടതുപക്ഷത്തിന് വലിയ തരത്തിലുള്ള സ്വാധീനമുള്ള സീറ്റാണ്. ഈ പ്രദേശത്തെ മത്സരത്തിൽ ഇടതുമുന്നണി ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ രംഗത്തിറക്കിയിരിക്കുന്നു. ജയൻ ബാബു ഒപ്പമുണ്ട്, സമ്പത്ത് മുൻ MP നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയൻ ബാബുവിനോട് തന്നെ ചോദിക്കാം, ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങടക്കമുള്ള മുൻ മേയർ, ഒപ്പം തന്നെ ഇവിടെ 2 കൗൺസിലർമാരുണ്ട്. ഒന്ന് സമ്പത്ത് ഇവിടെ കൗൺസിലറായിരുന്നു, അങ്ങ് ഇവിടെ നിന്നാണ് മത്സരിച്ച് മേയറാവുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ എങ്ങനെയാണ് LDFിൻ്റെ ആകെ നഗരസഭയിലൊരു സ്ഥിതി പരിശോധിക്കും? അഭിമാനകരമായ വിജയം ഇത്തവണ LDFിനുണ്ടാവും. ആ വിജയം ഉണ്ടാവാൻ കാരണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം തിരുവനന്തപുരം നഗരസഭ നടത്തിയിട്ടുണ്ട്. അഴിമതിരഹിതമായിട്ടുള്ള നല്ല വികസന പ്രവർത്തനം. അത് ജനങ്ങൾ അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ കള്ളപ്രചരണങ്ങളെയും ജനങ്ങൾ തള്ളിക്കളയും. തൈക്കാട് വാർഡിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ നിന്ന് ജയിച്ചിട്ടുള്ളവരെല്ലാം ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളുടെ ഒരു മനോഗതി എന്നും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിന്നിട്ടുണ്ട്. സാധാരണക്കാരും ഇടത്തരക്കാരുമാണ് തിങ്ങി നിറഞ്ഞ് താമസിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അത് ആവർത്തിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാലും അവസാനവട്ട വോട്ടപേക്ഷ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഉറപ്പിക്കാനുള്ള. ഇപ്പോൾ സമ്പത്ത് മുൻ MP നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ എതിരാളികൾ, രാഷ്ട്രീയ പ്രതിയോഗികൾ വലിയ തരത്തിലുള്ള പ്രചരണം കൂടി നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗവും സഹോദരനാണ് രാഷ്ട്രീയ പ്രതിയോഗിയായി ഈ വാർഡിൽ മത്സരിക്കുന്നത്. അപ്പോൾ വലിയ തരത്തിലുള്ള BJP ഇത്തരത്തിലുള്ള വിമർശനവും പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്. അങ്ങ് തന്നെ നേരിട്ട് അങ്ങയുടെ രാഷ്ട്രീയം അറിയാം, അങ്ങയുടെ പിതാവിൻ്റെ രാഷ്ട്രീയം അറിയാം. കേരളത്തിൻ്റെ പ്രത്യേകിച്ച് തലസ്ഥാനത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഇടതുപക്ഷ രാഷ്ട്രീയ ചരിത്രത്തിൽ താങ്കളുടെ കുടുംബം വഹിച്ച പങ്ക് അത്രയേറെ വിവരിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അനിരുദ്ധൻ സഖാവ് ഈ ജയിലിലായിരുന്ന ഘട്ടത്തിൽ അങ്ങ് വോട്ടഭ്യർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ, പഴയ ഏതാണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു രാഷ്ട്രീയ പ്രതിയോഗി വന്നു എന്നതാണ് എതിരാളികൾ പറയുന്നത്. ആ വിമർശനത്തെ അങ്ങ് വ്യക്തിപരമായി എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ പിതാവ്, ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചൈനാചാരനെന്ന് ആരോപിക്കപ്പെട്ട് കരുതൽ തടങ്കൽ നിയമപ്രകാരം ജയിലിലടക്കപ്പെട്ടപ്പോൾ അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി അങ്ങനെ മത്സരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സഖാവ് ജയൻ ബാബു ഉൾപ്പെടെയുള്ളവരുടെ വളരെ ചെറുപ്പകാലത്ത് എന്നെ തോളിലേറ്റി കൊണ്ട് നടക്കുമ്പോൾ ഒരു നിക്കറിട്ട ഒരു കുട്ടി ഇങ്ങനെ കൈകൂപ്പി വോട്ടഭ്യർത്ഥിച്ചതുപോലെ ഞാനിപ്പോഴും കൈകൂപ്പി വോട്ടഭ്യർത്ഥിക്കുകയാണ്. ചുറ്റിക്കാരിവാൾ നക്ഷത്രത്തിന് ഞാൻ ഈ തൈക്കാട് വാർഡിൽ നിന്ന് 1995 കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട് 1 വർഷം കഴിയുമ്പോഴേക്കും ചെറിയകിഴി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 11ാം ലോക്സഭയിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഈ തൈക്കാട് വാർഡിൻ്റെ ഹൃദയം എന്നത് എപ്പോഴും ഇടതുപക്ഷത്താണ്. ഈ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയം എന്നതും എപ്പോഴും ഇടതുപക്ഷത്താണ്. തൈക്കാട് വാർഡിൽ വേണുഗോപാൽ ചരിത്ര ഭൂരിപക്ഷം നേടും. ഈ നാട്ടുകാർ വേണുമാഷിന് അങ്ങനെ തന്നെ സമ്മാനിക്കും.
ഈ തെരഞ്ഞെടുപ്പ് അഭിമാനകരമായ ഒരു വിജയം LDFന് സമ്മാനിക്കും എന്ന് ഉറപ്പ്. ഈ രാഷ്ട്രീയ പ്രതിയോഗികളുടെ ഈ വ്യക്തിപരമായ ആക്രമണത്തെ അങ്ങ് തള്ളിക്കളയാണോ, അത് മുഖവിലേക്ക് എടുക്കുന്നില്ല, എങ്ങനെയാണ് അതിൻ്റെ പ്രതികരണം? അല്ല, എനിക്ക് അത്രമാത്രം വ്യക്തിത്വമുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. അവർ തന്നെ അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലുമെല്ലാം സമ്പത്ത് എന്നൊരു പദം അവർക്ക് വല്ലാതെ ഇങ്ങനെ ഭീതി ഉണർത്തുന്നതാണ് എങ്കിൽ, അതിങ്ങനെ ഡ്രാക്കുളയ്ക്ക് കുരിശു പോലെ അങ്ങനെ ഭീതി ഉണ്ടാക്കുന്നതാണ് എങ്കിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ശരിയായ രാഷ്ട്രീയം, നേരിൻ്റെ രാഷ്ട്രീയം. വ്യക്തിപരമല്ല, രാഷ്ട്രീയ നിലപാടാണ് ഉയർത്തുന്നത് LDF. അതിനുള്ള ഒരു മത്സരമാണ്. എല്ലാ വിധത്തിലുള്ള കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, സുഹൃബന്ധങ്ങൾ, അതിനെല്ലാം അപ്പുറമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പോരാട്ടമാണ്. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. ഈ തൈക്കാട് വാർഡിൻ്റെ വികസനം, അത് ജയൻ ബാബു, അദ്ദേഹത്തിന് ശേഷം ഞാൻ, എനിക്ക് ശേഷം, ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, ഗോപൻ ചേട്ടൻ. ഏത് വർഷമാണ്? 86. സമ്പത്ത് ഞാൻ 95. അതിന്റെ തുടർച്ചയായി ഇവരൊക്കെ വരും. അതിലിപ്പോൾ ഞങ്ങളോടൊപ്പം ഇല്ലാത്ത ഗോപൻ ചേട്ടൻ മാത്രമാണ്. ഗോപൻ ചേട്ടൻ അന്തരിച്ചു പോയി. ഇവിടെ ലക്ഷ്മിയുണ്ട്, മാധവദാസ് ഉണ്ട്, വിദ്യാമോഹനുണ്ട്. വിദ്യാമോഹനാണ്. അതെ, മാധവദാസ്. അതെ അതെ. അല്ലേ, ഞങ്ങളോളം സീനിയർ അല്ല. വിദ്യ എങ്ങനെയുണ്ട്? ഒരു തലമുറയുടെ ഒരു പരിച്ഛേദമാണ്. സീനിയറായിട്ടുള്ള വളരെ ചെറുപ്പം. എത്രാമത്തെ വയസ്സിലാണ്? അന്ന് എനിക്ക് 36-37 വയസ്സാണ്. വളരെ ചെറുപ്പത്തിലാണ് ജയബാബു മേയറാവുന്നത്. തുടർച്ച പ്രായം കുറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വാർഡ് സെക്രട്ടറിയാണ് വിദ്യ എന്നതുകൂടി അറിയാം. ഏറ്റവും പ്രായം കുറഞ്ഞ. ഇല്ല, വിദ്യ മത്സരിക്കുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ്. 2015 പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഈ വാർഡിനെ പ്രതിനിധീകരിക്കുക എന്നതായിരുന്നു. അത് ഈ ജനങ്ങൾ വളരെ ഹൃദയപൂർവ്വം ഏറ്റെടുത്തു. നഗരസഭ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം സഖാവ് G വേണുഗോപാലിനെ വിജയിപ്പിക്കുവാൻ വാർഡ് സെക്രട്ടറിയായി പ്രവർത്തിക്കുക എന്നതാണ്. ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് എന്നോട് കാണിച്ച സ്നേഹം, നമ്മളോട് എല്ലാവരോടും ജനങ്ങൾ കാണിച്ച സ്നേഹം സഖാവ് G വേണുഗോപാലിനോടും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ അത് ഒരു ഫലം എന്ന നിലയിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ലക്ഷ്മി, എന്താണ് വിദ്യ പറഞ്ഞത്? ഞാൻ 2005 അതായത് ബാബു സാഹബ് മേയറായിരിക്കുന്ന കാലഘട്ടം. ആ സമയത്താണ് ഞാൻ ഇവിടെ നിന്ന് മത്സരിക്കുന്നത്. 2005, 2010. അപ്പോൾ ആ സമയം മുതൽ, അതായത് അതേ വിജയം, അതിനെക്കാട്ടിലും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. അത് ഒരു ഉറപ്പ് നമുക്കുണ്ട്. തീർച്ചയായും. നമ്മൾ ഇപ്പോൾ സമ്പത്തിനെ ഒപ്പം നിൽക്കുമ്പോൾ മാധവദാസ് ഉണ്ട്. മാധവദാസ് അല്പം ഒന്ന് മാറി നിൽക്കുന്നു. ഇങ്ങോട്ടായതുകൊണ്ടാണ് ഞാനന്ന് വിളിക്കാത്തത്. വളരെ ഇവർക്കൊക്കെ തുടർച്ചയായി ഈ പ്രദേശത്ത് അങ്ങനെ ഒരു കൂടിയുണ്ട്, അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തീർച്ചയായിട്ടും. കാരണം തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമാണ് തൈക്കാട്. എല്ലാ കാലവും ഇടതുപക്ഷത്തോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചൊരു വാർഡാണ്. തൈക്കാടിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ എന്താണ്, തൈക്കാട് സ്ത്രീകളുടെ കുട്ടികളുടെ ആശുപത്രി ജനനം മുതൽ മരണം വരെ, കവാടം വരെ, അതൊരു പ്രത്യേകതയാണ്. അതായത് ഈ തൈക്കാട് എന്നൊരു പരിച്ഛേദമാണ്. ഹൃദയം എന്ന് മാധവദാസ് പറഞ്ഞു. തൈക്കാടിന് വലിയ പ്രത്യേകത, ഇപ്പോൾ സമ്പത്തും ജയബാബു സാഹുവും ഒക്കെ പറഞ്ഞതുപോലെ തൈക്കാട് സ്ത്രീകളുടെ കുട്ടികളുടെ ആശുപത്രി പ്രശസ്തമാണ്. ഇടതുപക്ഷ സർക്കാർ വലിയ രീതിയിൽ ചികിത്സാ രംഗത്തൊക്കെ നൂതനമായ പദ്ധതികളടക്കം കൊണ്ടുവന്ന ആശുപത്രിയാണ്. അവിടെ മുതൽ തുടങ്ങി ശാന്തി കവാടം വരെ എത്തുന്ന ജനനം മുതൽ മരണം വരെയുള്ള ഒരു യാത്രയാണ് തൈക്കാട് എന്ന് പറയുന്നത്. ആ തൈക്കാടിൽ ഇപ്രാവശ്യവും LDF ചുവപ്പ് കൊടി പാറിക്കുമെന്ന് തന്നെയാണ് മുൻ കൗൺസിലർമാരെല്ലാം ഒന്നിച്ചുള്ള ക്യാമ്പയിനാണ് നമ്മൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.